ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എഴുതിയ ഒരു കഥ പറയാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ഈ ചാനലിൽ മോണിറ്റൈസേഷൻ ഇഷ്യൂ വന്നതുമൂലം കുറച്ച് നാളുകളായി എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രശ്നം കാരണം ഈ ചാനലിലെ പഴയ വീഡിയോകൾ താൽക്കാലികമായി മാറ്റേണ്ടി വന്നു. ഈ ചാനലിൻ്റെ തുടക്കത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ പോയ ചില കഥകൾ കുറേയേറെ മാറ്റങ്ങൾ വരുത്തി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പം പുതിയ കഥകളും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ആ പഴയ കഥകൾ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോറി ഞാൻ വീണ്ടും പറയാം. കാരണം വീഡിയോകൾ വന്ന ചില പ്രശ്നങ്ങൾ കാരണം ആ പഴയ കഥകൾ എനിക്ക് ഈ ചാനലിൽ നിന്ന് മാറ്റേണ്ടതായി വരും. ഏറെ എഫേർട്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്ത ഈ കഥകൾ ചാനലിൽ നിന്ന് മാറ്റേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കഥകൾ ഈ ചാനലിൽ വീണ്ടും കാണാനും കേൾക്കാനുമുള്ള ഒരാഗ്രഹം കൊണ്ടാണ് വീഡിയോസിൽ ഏറെ മാറ്റങ്ങൾ വരുത്തി ആ കഥകൾ വീണ്ടും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനി അങ്ങോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ കഥ കേട്ടോളൂ. വേനൽ മഴ പെയ്തിട്ട് നാളുകളേറെയായി. എന്താ ഒരു ചൂട്! പാക്കനാറ് ഇറയത്തിരുന്ന് വീശാമ്പാളയെടുത്ത് വീശി തുടങ്ങി. ചൂട് കാരണം അയാളുടെ നെറ്റിയിലും കഴുത്തിലും നിന്ന് വീർപ്പ് തുള്ളികൾ ചാലിട്ടൊഴുകി. അകത്ത് പാക്കനാറുടെ ഭാര്യ അംബുജം ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കറി വെക്കാനായി യാതൊന്നുമില്ല. അവൾ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ട് ഇറയത്തേക്ക് വന്നു. കഞ്ഞി കാലായിട്ടുണ്ട്, പക്ഷേ കറി വെക്കാനൊന്നുമില്ല, അവൾ പരിഭവം പറഞ്ഞു. പാക്കനാറ് തോർത്തുകൊണ്ട് മുഖം തുടച്ചിട്ട് തൊടിയിലെ വാഴയിൽ നിന്ന് 5-6 പച്ചക്കായ അടർത്തി അംബുജത്തിന്റെ കയ്യിൽ കൊടുത്തു. പഴുക്കുമ്പോൾ കാർത്തികയ്ക്ക് കൊടുക്കാനായി നിർത്തിയതാണ്. പക്ഷെ എന്താ ചെയ്യുക? രാവിലെയും ഒന്നും കഴിക്കാതെ അല്പം അവല് നനച്ചതും കൊണ്ടാണ് തൻ്റെ ഒരേ ഒരു മകളായ കാർത്തിക കോളേജിലേക്ക് പോയത്. അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. പഠിക്കാൻ മിടുക്കിയാണ്. ഇല്ലായ്മയിലും അവളെ പഠിപ്പിച്ച് ഒരു നിലയ്ക്ക് എത്തിക്കണം. അംബുജം ആ പച്ചക്കായം കൊണ്ട് അകത്തേക്ക് പോയി. ചാണകം മെഴുകിയ ഇറയത്ത് അയാൾ വഴിയിലേക്ക് കണ്ണുനട്ടിരുന്നു. ഓലമേഞ്ഞ ആ വീട്ടിൽ ആകെ താമസിക്കുന്നത് 3 ആൾക്കാരാണ്. പാക്കനാര്, അയാളുടെ ഭാര്യ അംബുജം, പിന്നെ അവരുടെ ഏക മകൾ കാർത്തിക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നാട്ടിലെ കാവുകളിൽ തുള്ളലും തളിച്ചുകൂടയും നടക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞെന്നാൽ ഈ വറുതികാലത്തിന് ഒരവസാനമുണ്ടാകും. 10ഓളം കാവുകളിൽ പുള്ളുവൻ പാട്ട് പാടാനായി പോകേണ്ടതുണ്ട്. പാക്കനാരുടെ പാട്ടിന്റെ ഈണവും താളവും നാട്ടിലെല്ലാവർക്കും പ്രിയമുള്ളതാണ്. കാർത്തികയുടെ പരീക്ഷ അവസാനിക്കുന്ന ദിവസമാണിന്ന്. അവൾ നല്ല ഒഴുക്കോടെ പുള്ളുവൻ പാട്ട് പാടും. അവളുടെ പാട്ടിന്റെ ഈണം കേട്ടാൽ ചിത്രകൂടത്തിലിരിക്കുന്ന ഏത് പാമ്പും അറിയാതെ ആടിപ്പോകും. കഞ്ഞി കുടിച്ചതിന് ശേഷം അയാൾ ഇറയത്ത് തോർത്ത് വിരിച്ച് അല്പമൊന്ന് മയങ്ങി. കാർത്തികയുടെ ശബ്ദം കേട്ടാണ് അയാൾ കണ്ണു തുറന്നത്. പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു ആ മുഖത്ത്. എന്താ കാർത്തി, നീ ഇത്ര വൈകിയത്? എൻ്റെ അപ്പാ, ഞാൻ നടന്നിട്ടല്ലേ 3 കിലോമീറ്ററോളം ദൂരമുള്ള കോളേജിലേക്ക് പോകുന്നത്. ബസ്സിന് പോകാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് വൈകുമോ? അവളുടെ വിഷമം പറച്ചിൽ കേട്ടപ്പോൾ പാക്കനാരുടെ മുഖം വാടി. അച്ഛൻ സങ്കടപ്പെടേണ്ട, ഈ ഇല്ലായ്മയൊക്കെ മാറുന്നൊരു കാലം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാർത്തിക അകത്തേക്ക് പോയി. നേരം സന്ധ്യയായപ്പോൾ അവൾ വീടിനടുത്തുള്ള കാവിൽ വിളക്ക് വെച്ച് മടങ്ങി വന്നു. ഇറയത്ത് നിലവിളക്ക് കത്തിച്ച് അംബുജം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. 2 കിടപ്പുമുറികളും ഒരു പൂജാമുറിയും അടുക്കളയും മാത്രമുള്ള ഓലമേഞ്ഞ ഒരു ചെറിയ വീടാണ് പാക്കനാരുടേത്. സന്ധ്യാനാമം ചൊല്ലിയതിനു ശേഷം അംബുജം അകത്തേക്ക് പോയി. പാക്കനാര് പൂജാമുറിയിലേക്ക് നീങ്ങി. അവിടെ ഇരുന്ന ഒരു പഴയ ഡയറിയിൽ അടുത്ത ദിവസങ്ങളിൽ താൻ ഏറ്റിരിക്കുന്ന പരിപാടികൾ അയാൾ എണ്ണാൻ തുടങ്ങി. കാർത്തി, നീ വരില്ലേ പാടാനായി? നിന്റെ പരീക്ഷയൊക്കെ തീർന്നില്ലേ? മറ്റന്നാൾ കഴിഞ്ഞാൽ കുറച്ചേറെ പരിപാടിയുണ്ട്. കാർത്തി സന്തോഷത്തോടെ തലയാട്ടി. എന്നാൽ ഒരീണമങ്ങ് മോളി നീ. കാർത്തി നിലവിളക്കിനരിയിൽ കണ്ണടച്ചിരുന്നു. പാക്കനാര് കുടത്തിൽ താളമിട്ടു. കാർത്തി പാടിത്തുടങ്ങി. പുള്ളുവമ്പാട്ടിൻ്റെ ഈണം അന്തരീക്ഷമാകെ നിറഞ്ഞു. അടുത്തുള്ള അയൽവക്കക്കാർ കാർത്തികയുടെ ശബ്ദത്തിൽ അറിയാതെ ലയിച്ചിരുന്നു പോയി. രാത്രിയിൽ അടുത്തുള്ള കടയിലേക്ക് പോകാനായി ടോർച്ച് തെളിയിച്ചു വന്ന വാസുചേട്ടനും ഭാര്യയും അവളുടെ പാട്ട് കേട്ട് പാക്കനാരുടെ വീടിന്റെ ഇറയത്ത് വന്നിരുന്നു. അല്പനേരം കാർത്തികയുടെ പാട്ടിന്റെ ഈണം കേട്ട് അവർ അവിടെ തന്നെ നിന്നു. എൻ്റെ കാർത്തികേ, നീ ഇങ്ങനെ പാടിയാലേ കാവിലെ നാഗങ്ങൾ നിന്റെ പാട്ട് കേൾക്കാൻ തൊടിയിലേക്ക് ഇറങ്ങും. എങ്ങനെയാ
ഈ രാത്രി ഞങ്ങൾ പീടിക വരെയും പോകുന്നത്? കാർത്തിക കീർത്തനം അവസാനിപ്പിച്ച് നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ഇറയത്തേക്ക് വന്നു. പാക്കനാരോടൊപ്പം ഇരുന്ന് വാസുചേട്ടനോട് കുശലം പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ വാസുചേട്ടനും ഭാര്യയും പീടികയിലേക്ക് നടന്നു. പാക്കനാരുടെ വീട്ടിൽ കറണ്ടില്ല. ഇറയത്തെ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെട്ടമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പാക്കനാർക്ക് അന്നൊരു സ്ഥലത്ത് പരിപാടിയുണ്ട്. അംബുജവും കാർത്തികയും പാക്കനാരോടൊപ്പം യാത്രയായി. വൈകുന്നേരം 7 മണിയായപ്പോൾ ചേർത്തലയ്ക്കടുത്തുള്ള അരളിക്കാവിൽ അവരെത്തി. കാവിലാകെ അലങ്കാര ബൾബുകൾ ഉണ്ടായിരുന്നു. കാവിന് ചുറ്റും കുരുത്തോല പന്തൽ. ചിത്രകൂടത്തിനരികിൽ സർപ്പദൈവങ്ങൾക്ക് 100 പാലും നേദിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. പാക്കനാരും കാർത്തികയും പിന്നെ അംബുജവും ചിത്രകൂടത്തിന് അല്പം മാറിയുള്ള ചെറിയൊരു പന്തലിൽ ഒരു പുൽപ്പായയിൽ ഇരിപ്പുറപ്പിച്ചു. പാക്കനാരും അംബുജവും പുള്ളോൻ പാട്ടിന് ഈണമിട്ടു. കാവിലെ ചിത്രകൂടത്തിനരികിൽ 5 തലയുള്ള ഒരു നാഗത്തിന്റെ കളം വരച്ചിരുന്നു. അതിനു മുന്നിൽ പൂക്കുല പിടിച്ച് മുടിയഴിച്ചിട്ടാടുന്ന 3-4 കിടാത്തികൾ ഇരിപ്പുണ്ട്. മുന്നിലെ നാഗത്തിന്റെ കളത്തിന് പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗിയുണ്ടായിരുന്നു. അലങ്കാര ലൈറ്റുകളുടെ വെട്ടത്തിൽ ആ കളത്തിലെ മഞ്ഞൾപ്പൊടിയിൽ അവിടെ ഇവിടെ തൂകിയിരുന്ന സ്വർണ്ണപ്പൊടി മിന്നിത്തിളങ്ങി. കാർത്തിക പാക്കനാരുടെ താളത്തിനൊത്ത് പുള്ളുവം പാട്ടിന് തുടക്കമിട്ടു. അവളുടെ മധുരമുള്ള പുള്ളുവം പാട്ട് കേട്ട് കളത്തിനരികിലിരുന്ന കിടാത്തികൾ മുടിയടിച്ചിട്ട് ആടാൻ തുടങ്ങി. അവർ കയ്യിലിരുന്ന പൂക്കുല കൊണ്ട് നാഗക്കളം തൂത്തു തുടച്ചു. നാഗക്കളത്തിന് മുന്നിലിരുന്ന് പാട്ടുപാടുന്ന കാർത്തികയുടെ മുഖം ഒരു നാഗകന്യകയെപ്പോലെ സുന്ദരമായിരുന്നു. തുള്ളൽ കാണാൻ വന്ന മിക്ക പയ്യന്മാരുടെയും കണ്ണ് കാർത്തികയുടെ മുഖത്തേക്കായിരുന്നു. ചന്ദന നിറമുള്ള പട്ടുപാവാടയിൽ എന്ത് ചേലാണ് അവളെ കാണാൻ! നീണ്ട ചുരുണ്ട നാഗങ്ങളെപ്പോലെ വളഞ്ഞ പുളഞ്ഞ മുടിയിഴയിൽ ചൂടിയ മുല്ലപ്പൂ മുട്ടുകൾ വിടർന്നു വരുന്നതേയുള്ളൂ. ഒരു തരി പൊന്നിന്റെ ചെറിയ മുക്കുത്തി അവളുടെ മൂക്കിനറ്റത്ത് ഒരു നക്ഷത്രം എന്ന വണ്ണം തിളങ്ങി നിന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ പുള്ളുവന് കൈ നിറയെ സമ്മാനമായിരുന്നു കിട്ടിയത്. കസവിന്റെ നേരിയതും നല്ല പച്ച മണമുള്ള നിറയെ നോട്ടുകളും അയാളുടെ മുന്നിലിരുന്ന അതെല്ലാം ശ്രദ്ധയോടെ പെറുക്കി അംബുജം തന്റെ ബാഗിലേക്ക് വെച്ചു. പരിപാടി കഴിഞ്ഞപ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. കാവിനടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ചാണ് അവർ വീട്ടിലെത്തിയത്. അല്പം ദൂരെയായി ഓട്ടോ നിന്നു. പാക്കനാര് ശ്രദ്ധയോടെ കാർത്തികയുടെ കൈപിടിച്ച് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു. പിന്നാലെ അംബുജവും. വഴിയരികിലായി ഒരു കാവുണ്ട്. കാവിൽ നിത്യേന വിളക്ക് കത്തിക്കുന്നത് കാർത്തികയാണ്. കാർത്തികയ്ക്ക് വയ്യാത്ത സമയത്ത് അംബുജവും വിളക്ക് കൊളുത്തുമായിരുന്നു. കാവിനരികിൽ ഇടവഴിയിലൂടെ നടന്നപ്പോൾ പാക്കനാര് ടോർച്ച് തെളിച്ച് വഴിയിൽ വല്ല ഇഴജന്തുക്കളും പതുങ്ങിക്കിടപ്പുണ്ടോ എന്ന് നോക്കി. നമ്മളെ കാക്കുന്ന നാഗങ്ങൾ നമ്മളെ ഒന്നും ചെയ്യില്ലപ്പാ. നമ്മുടെ കാലനക്കം കേൾക്കുമ്പോഴേ അവരിങ്ങ് മാറിക്കോളും. കാർത്തി ഒരു ഭയവും കൂടാതെ പറഞ്ഞു. കാവിനടുത്തെ കുളത്തിനരികിലായി അവരെത്തി. കുളത്തിന് ചുവട്ടിൽ ഒരു വലിയ ഏഴിലമ്പാലം നിൽപ്പുണ്ട്. അതിനരികിൽ ഒരു ഇലഞ്ഞിയും കാഞ്ഞിരവുമുണ്ട്. വലിയ വള്ളികൾ അതിൽ തൂങ്ങി ആടുന്നുണ്ടായിരുന്നു. മുട്ടോളം നീണ്ടുകിടന്ന അവളുടെ നീലൻ മുടി അഴിച്ചിട്ടതിനാൽ അംബുജം കാർത്തികയെ ശകാരിച്ചു. രാത്രി സമയത്ത് പെണ്ണുങ്ങൾ മുടിയടിച്ചിടാൻ പാടില്ല. നീ ആ മുടി ഒന്ന് കെട്ടിവെക്ക്. ഈ അമ്മയ്ക്കിതെന്താ? ഓരോരോ നിയമങ്ങളെ. അവൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും മുടി ഒന്ന് ചുറ്റി കെട്ടിവെച്ചു. വീടിന്റെ ഇറയത്തെത്തിയപ്പോൾ പാക്കനാര് ഇറയത്തേക്ക് ടോർച്ചടിച്ചു. ടോർച്ചിന്റെ വെട്ടം പതിഞ്ഞപ്പോൾ മുറ്റത്ത് ഇണകൂടി കിടന്ന 2 പാമ്പുകൾ പെട്ടെന്ന് ഇരുട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങി. എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഇറയത്തെ കിടക്കാൻ കണ്ട സ്ഥലം. കാർത്തിക പാമ്പുകളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. പാക്കനാര് തന്റെ അരയിൽ തിരികിയ താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി. അരളിക്കാവിൽ നിന്ന് അത്താഴം കഴിച്ചതിനാൽ അംബുജവും പാക്കനാരും ചെന്ന ഉടനെ കിടന്നു. കാർത്തിക കിടന്നെങ്കിലും അവൾക്കുറക്കം വന്നതേയില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പാതിരാത്രി കഴിഞ്ഞിട്ടും ഉറക്കം വരാഞ്ഞതോടെ കാർത്തിക എണീറ്റു. അടുത്തുള്ള തൂക്കുവിളക്കിൽ തിരികൊളുത്തി വാതിൽ തുറന്ന് അവൾ മുറ്റത്തേക്കിറങ്ങി. മുറ്റത്ത് നല്ല നിലാവട്ടം. തൊടിയിലെ കാവും ആ നിലാവട്ടത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. കാവിലെ മരച്ചില്ലകളിലിരുന്ന കൂമന്മാർ ഉച്ചത്തിൽ കൂവി അലച്ചു. കാവിലെ ചിത്രകൂടത്തിന് മുന്നിലെ കൽവിളക്കിലെ ചില തിരികൾ അപ്പോഴും മിന്നി കത്തുന്നുണ്ടായിരുന്നു. കുളത്തിന്റെ അരികിൽ നിന്ന് പാലപൂത്ത മണം അന്തരീക്ഷത്തെ ആകെ മത്തുപിടിപ്പിച്ചു. നാഗരാജാവിന്റെ ചിത്രകൂടത്തിന്റെ അരികിലുള്ള ചെറിയ തറയിൽ അവൾ ഇരുന്നു. തറയുടെ മുകളിൽ പാലപ്പൂക്കൾ കൊഴിഞ്ഞു കിടപ്പുണ്ട്. കാർത്തികയ്ക്ക് ചുറ്റുമായി നിറയെ മിന്നാമിനുങ്ങുകൾ വട്ടമിട്ടു പറന്നു.
പാലപ്പൂവിൻ്റെ ഗന്ധമുള്ള കാറ്റ് പരന്നൊഴുകി. കാവിലെ ചിത്രകൂടങ്ങളിൽ നിന്നും സ്വർണ്ണ നിറമുള്ള നാഗങ്ങൾ പത്തി വിടർത്തി പുറത്തേക്കിഴഞ്ഞു നീങ്ങി. ആ നാഗങ്ങൾ കാർത്തികയെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ കണ്ണിന് മുകളിൽ തണുത്തൊരു കൈത്തലം കാഴ്ചയെ മറച്ചുകൊണ്ട് ചുറ്റി വരിഞ്ഞത്. ഭയപ്പെടുത്തുകയാണോ എന്നെ? കാവിലെ വിളക്ക് കത്തിക്കാത്തതിൽ എന്നോട് ദേഷ്യമാണോ? അവൾ തൻ്റെ കണ്ണുകളെ മറച്ച കൈത്തലങ്ങൾ തൊട്ടുകൊണ്ട് ചോദിച്ചു. അതെ, എനിക്കതിൽ പിണക്കവും പരിഭവവുമുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും സർപ്പക്കാവിലെ വിളക്ക് കത്തിച്ചോളാമെന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? എന്നിട്ട്? കാർത്തിക തിരിഞ്ഞു നിന്ന് തൻ്റെ കണ്ണുകളെ മറച്ച ആ രൂപത്തിന് മുന്നിലേക്ക് ചേർന്ന് നിന്നു. എന്നെ കാണാതെ വിഷമിച്ചു അല്ലേ? പിന്നെ വിഷമിക്കാതെ. ഇനി എനിക്കിങ്ങനെ നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ. നീ എൻ്റേത് മാത്രമാണ്. അയാൾ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ പാലപ്പൂക്കൾ കാറ്റിൽ അവരുടെ മുകളിലേക്ക് ഉതിർന്നു വീണു. നാഗരാജാവിനെ പ്രണയിക്കുന്ന പെൺകുട്ടി. അവൾ അത് പറഞ്ഞുകൊണ്ട് മെല്ലെ ചിരിച്ചു. അതിന് യഥാർത്ഥത്തിൽ നീ ഒരു മനുഷ്യസ്ത്രീ അല്ലല്ലോ. നാഗകന്യകയ്ക്ക് മനുഷ്യസ്ത്രീയായി രൂപം മാറാം. പക്ഷേ അവൾ എന്നും ഒരു നാഗം മാത്രമായിരിക്കും. കാർത്തിക നാഗരാജാവിൻ്റെ മടിയിൽ തലചായ്ച്ച് കിടന്നു. മുകളിൽ മേഘങ്ങളുടെ ഇടയിലൂടെ നീങ്ങുന്ന ചന്ദ്രബിംബത്തെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. അങ്ങയ്ക്ക് ആ ദിവസം ഓർമ്മയുണ്ടോ? പാക്കനാരും അംബുജവും ഈ നാഗത്തറയിൽ വന്ന് തലതല്ലിക്കരഞ്ഞ ആ ദിവസം. ആ ദിവസം എങ്ങനെയാ ഞാൻ മറക്കുന്നത്? ആ ഒരു ദിവസമാണല്ലോ എൻ്റെ ഈ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്. അന്ന് അംബുജത്തിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ട് 5 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ അവരുടെ ആദ്യത്തെ കൺമണി. ഒരു ദിവസം അംബുജം പാല് കൊടുത്തിട്ട് താരാട്ട് പാട്ട് പാടി ഉറക്കിയ അവരുടെ കുഞ്ഞ് പിന്നീട് ഉണർന്നില്ല. അംബുജവും പാക്കനാരും എത്ര ശ്രമിച്ചിട്ടും ആ കുഞ്ഞ് ഉറക്കം വിട്ടുണർന്നില്ല. ഒടുവിൽ കുഞ്ഞിനെയും എടുത്ത് അവർ കാവിലെ നാഗത്തറയിൽ വന്നു. നാഗത്തറയിൽ കുഞ്ഞിനെ കിടത്തി രണ്ടാളും തലതല്ലി കരഞ്ഞു. അംബുജത്തിൻ്റെ ഉള്ളു നീറുകയായിരുന്നു. കരള് പറയുന്ന വേദനയായിരുന്നു അന്ന് നിനക്ക്. നാഗരാജാവ് തൻ്റെ മടിയിൽ കിടന്ന കാർത്തികയുടെ നീളൻ മുടിയിൽ കൈകൾ കൊണ്ട് തഴുകിക്കൊണ്ടേയിരുന്നു. നിശ്ചലമായി നാഗത്തറയിൽ കിടന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ജീവന്റെ തുടിപ്പ് പകർന്നത് നീയായിരുന്നു, എൻ്റെ എല്ലാമായ നാഗകന്യക. നാഗരാജാവിൻ്റെ കണ്ണിൽ നിന്ന് മിഴിനീർ തുള്ളികൾ കാർത്തികയുടെ മുഖത്തേക്ക് പതിഞ്ഞു. അംബുജത്തിൻ്റെ കുഞ്ഞ് അന്ന് മരിച്ചിരുന്നു. പക്ഷേ ആ അമ്മയുടെ ഉള്ള് വെന്ത് നീർന്നത് കണ്ടപ്പോൾ തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷത്തേക്ക് താൻ എല്ലാം മറന്നുപോയി. ആ കുഞ്ഞിൽ കൂടി താൻ അംബുജത്തിൻ്റെ മകളായി ജീവിച്ചു. ഇത്രയും കാലങ്ങളിൽ തൻ്റെ ജീവനായ നാഗരാജാവിനെ പിരിഞ്ഞു കഴിയേണ്ടി വന്നു. ചില രാത്രികാലങ്ങളിൽ ഇങ്ങനെ നാഗത്തറയിൽ വന്നിരിക്കും. അപ്പോൾ ഒരു കാറ്റായി, പാലപ്പൂവിൻ്റെ സുഗന്ധമായി നാഗരാജാവിൻ്റെ വരവ് അവൾ അനുഭവിച്ചറിയും. ഇനിയൊരു മടക്കയാത്ര എന്നാണ്? ഈ മനുഷ്യജന്മം ഉപേക്ഷിച്ച് നീ നാഗലോകത്തേക്ക് തിരിച്ചു വരണം. പക്ഷേ എങ്ങനെയാണ് എനിക്ക് വരാനാകുന്നത്? പാക്കനാർക്കും അംബുജത്തിനും അത് സഹിക്കാനാവുമോ? കാർത്തികയുടെ മരണം അവരുടെ മരണമാണ്. അപ്പോൾ നിനക്ക് ഞാൻ ആരുമല്ലേ? എൻ്റെ മനോവ്യതയ്ക്ക് നിന്റെ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ലേ? കാർത്തിക തൻ്റെ കൈകൊണ്ട് നാഗരാജാവിൻ്റെ വാപൊത്തി. ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കത് സഹിക്കാനാവില്ല. മനുഷ്യനായി ജനിച്ചാൽ മരണവുമുണ്ട്. കാലം മറക്കാത്ത മുറിവുകളുണ്ടോ? പാക്കനാർക്കും അംബുജത്തിനും അത് നേരിടുക തന്നെ വേണം. അല്ലെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മളെപ്പോലുള്ളവർക്കൊന്നും യാതൊരു വിലയുമില്ല. കണ്ണിന് മുന്നിൽ കാണുന്നത് മാത്രമേ അവർ വിശ്വസിക്കൂ. അവർക്ക് കാണാനും കേൾക്കാനും പറ്റാത്ത ഒന്നിനെ അവർ മിഥ്യയാണ് ധരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മനുഷ്യൻ്റെ കാഴ്ചയ്ക്കും കേൾവിക്കും ആ പരിധി മതി. അവർക്ക് കാണാൻ സാധിക്കാത്ത എന്തെല്ലാം ജീവനുകൾ ഇവിടെയുണ്ട്. അവർക്ക് കേൾക്കാൻ പറ്റാത്ത ഒട്ടനവധി ശബ്ദങ്ങളുണ്ട് ഇവിടെ. അക്കൂട്ടത്തിൽ നമ്മളെപ്പോലുള്ളവരും ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് ഒരു കെട്ടുകഥയാണെന്ന് തന്നെ അവർ കരുതിക്കോട്ടെ. അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്കും അവർക്കും ആപത്തായിരിക്കും. നേരം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു. കാർത്തിക നാഗരാജാവിൻ്റെ മടിയിൽ നിന്ന് എണീറ്റു. വിട പറയാനുള്ള സമയമായി. നാഗരാജാവിൻ്റെ മുഖത്ത് വിഷാദം നിറഞ്ഞു. കാവിൻ്റെ ഭാഗത്ത് നിന്ന് ആരുടെയോ അടക്കിപ്പിടിച്ചുള്ള വർത്തമാനം കേട്ടുകൊണ്ടാണ് അംബുജം അങ്ങോട്ടേക്ക് നടന്നു നീങ്ങിയത്. നാഗത്തറയ്ക്ക് ചുറ്റും നിറഞ്ഞു നിന്ന വല്ലാത്ത പ്രകാശം കണ്ട്
അംബുജം കാവിലേക്ക് പോകാതെ അടുത്തുള്ള ഇലഞ്ഞിമരത്തിന് പിന്നിൽ മറഞ്ഞു നിന്ന് അവിടേക്ക് നോക്കി. അവർക്ക് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാർത്തിക ഒരു യുവാവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നതാണ് അവർ കണ്ടത്. മനസ്സിൽ ഉരുണ്ടുകൂടിയ ദേഷ്യത്തെ പണിപ്പെട്ടടക്കി അവർ അവിടെ തന്നെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ നാഗരാജാവിൻ്റെ മനുഷ്യരൂപം മാറി മറിഞ്ഞു. അദ്ദേഹം ഒരു നാഗമായി മാറിയതിനു ശേഷം ചിത്രകൂടത്തിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. നാഗശിലകളെ തൊഴുതിട്ട് കാർത്തിക വീട്ടിലേക്ക് നടന്നു. നാഗരാജാവിൻ്റെ മാറ്റം കണ്ട് അംബുജം ഇടിവെട്ടേറ്റതുപോലെ താഴെ വീണു. നേരം നന്നേ പുലർന്നു. അംബുജം ഇറയത്ത് വിരിച്ച തലപ്പായിൽ കിടക്കുകയാണ്. അടുത്ത് കാർത്തികയും പാക്കനാരും ഇരിപ്പുണ്ട്. എന്താ അംബുജം, നിനക്ക് പറ്റിയത്? അകത്ത് കിടന്നിറങ്ങിയ നീ എങ്ങനെയാ ഇലഞ്ഞിമര ചൂട്ടിലെത്തിയത്? അംബുജം ചാടിപ്പിടിഞ്ഞെണീറ്റു. കാർത്തികയെ ഭയത്തോടെ നോക്കി. എന്താ അമ്മ ഇതെല്ലാം? അമ്മയ്ക്ക് എന്താ പറ്റിയത്? അംബുജം മറുപടി ഒന്നും പറഞ്ഞില്ല. എത്രയൊക്കെ ആയാലും താൻ ലാളിച്ചു വളർത്തിയ തൻ്റെ മകളല്ലേ മുന്നിലിരിക്കുന്നത്. വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് ഇന്നലെ കണ്ടത്. വെറുതെയല്ല കാർത്തികയ്ക്ക് നാഗത്തെ തെല്ലുപോലും ഭയമില്ലാത്തത്. കുഞ്ഞുനാളിൽ പോലും അവൾ ഇഴഞ്ഞു നടക്കുന്ന നാഗത്തെ കൈകൊണ്ട് പിടിക്കുമായിരുന്നു. നാഗങ്ങൾ അവളുടെ മുന്നിൽ എന്തിണക്കത്തോടെയാണ് പെരുമാറുന്നത്. അതെല്ലാം അവൾ പാടുന്ന പുള്ളുവൻപാട്ടിൻ്റെ മായാജാലമെന്നാണ് താൻ ഓർത്തിരുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറം അവളൊരു നാഗകന്യകയാണെന്ന രഹസ്യം അംബുജം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രഹസ്യം. ആരോട് പറഞ്ഞാലും തനിക്ക് ഭ്രാന്താണെന്നേ കേൾക്കുന്നവർ പറയത്തുള്ളൂ. അവരുടെ ഓർമ്മ വർഷങ്ങൾക്ക് മുന്നിലേക്ക് സഞ്ചരിച്ചു. കാർത്തിക ജനിച്ച 5-ാം നാൾ പാല് കൊടുത്ത് പാടി ഉറക്കിയ മകൾക്ക് പെട്ടെന്ന് അനക്കമില്ലാതെയായി. കുട്ടി മരിച്ചെന്ന് ഓടിക്കൂടിയവർ പറഞ്ഞു. അത് കേട്ടതും കുട്ടിയെയും എടുത്തുകൊണ്ട് അംബുജം കാവിലേക്കാണ് ഓടിയത്. കാരണം വർഷങ്ങളായി കുട്ടികൾ ഉണ്ടാകാതിരുന്ന അവർക്ക് കാവിലെ മുടക്കാതെയുള്ള പ്രാർത്ഥനയും തിരികത്തിക്കലും പൂജയും കൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചതെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. തങ്ങളുടെ കുഞ്ഞ് മരിച്ചെന്ന് വിശ്വസിച്ച് കുഞ്ഞിനെ നാഗത്തറയിൽ കിടത്തി ആ സ്ത്രീ തലതല്ലി കരഞ്ഞ കാഴ്ച ആരുടെയും കരളലിയിക്കുന്നതായിരുന്നു. കരഞ്ഞു തളർന്നു വീണ അംബുജം ഉണർന്നത് കൈകാലിട്ടടിച്ച് കരഞ്ഞ കാർത്തികയുടെ ശബ്ദം കേട്ടാണ്. അതൊരു അത്ഭുതം തന്നെയായിരുന്നു. അംബുജം, നീ എന്താ ഈ ആലോചിക്കുന്നത്? പാക്കനാർ അവളെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ സ്വപ്നത്തിലെന്ന വണ്ണം ഞെട്ടി ഉണർന്നു. അംബുജം ഒന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല. കാർത്തിക അമ്മയ്ക്കായി ഒരു പിഞ്ഞാണത്തിൽ അല്പം ചൂട് കഞ്ഞി കൊണ്ടുവന്ന് അവർക്ക് അതൊരു സ്പൂണിൽ കോരി നൽകി. പതിവ് പോലെ അന്നും വൈകിട്ട് പാക്കനാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. മുഹമ്മയ്ക്കപ്പുറം പോകണം. അംബുജവും കാർത്തികയും തയ്യാറായി. കാർത്തികയുടെ ഓരോ ചെറു നീക്കങ്ങളും അംബുജം അപ്പോഴും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ 7 മണി കഴിഞ്ഞപ്പോൾ പുള്ളുവൻപാട്ട് പാടാമെന്നേറ്റ കാവിൽ അവർ ചെന്നു കഴിഞ്ഞിരുന്നു. വലിയൊരു കാവായിരുന്നു അത്. ചൂരൽ വള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാവ്. അവിടെ കണ്ട പാലമരത്തിൻ്റെ ഉയരം അപാരമായിരുന്നു. നിറയെ ചിത്രകൂടങ്ങൾ. നാഗത്തറയ്ക്കടുത്തുള്ള കളം വലുതും അഴകുള്ളതുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. 8 മണി കഴിഞ്ഞപ്പോൾ പരിപാടി തുടങ്ങി. അംബുജം അന്ന് വീണ് മീട്ടിയത് മാത്രമേ ഉള്ളൂ. കാർത്തിക പുള്ളുവൻപാട്ട് പാടാൻ തുടങ്ങി. പതിവ് പോലെ ആരെയും മയക്കുന്ന ഈണം. നാഗത്തറയ്ക്ക് മുന്നിലുള്ള ഭസ്മക്കളം പൂക്കുല പിടിച്ച് മുടിയഴിച്ചിട്ടാടിയ തരുണീമണികൾ തൂത്തു മായ്ച്ചുകൊണ്ടിരുന്നു. പുള്ളുവൻപാട്ട് കേൾക്കാൻ ഇത്രയും ചന്തമുണ്ടെന്ന് അവിടെ കൂടിയിരുന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും മനോഹരമായിരുന്നു കാർത്തികയുടെ പാട്ട്. പാട്ട് തീർന്നപ്പോൾ നന്നേ വൈകി. അന്ന് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അവർക്ക് അവിടെ കിടക്കാനുള്ള ഏർപ്പാട് കാവിൻ്റെ ഉടമകൾ ചെയ്തിരുന്നു. 2 മുറികൾ അവർക്കായി സജ്ജമാക്കിയിരുന്നു. അന്ന് രാത്രിയിൽ വീട്ടിലെ കാവിൽ വിളക്ക് മുടങ്ങിയതിനാൽ കാർത്തികയ്ക്ക് വല്ലാത്ത മനസ്താപം ഉണ്ടായിരുന്നു. അവൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. മനസ്സ് നിറയെ തന്നെയും കാത്തിരിക്കുന്ന നാഗരാജാവായിരുന്നു. നാഗരാജാവിൻ്റെ ഓർമ്മയിൽ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. ഇല്ല, ഉറക്കം വരുന്നില്ല. അവൾ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്കിറങ്ങി. പരിപാടിക്കായി വന്ന കാവിനരികിലേക്ക് നടന്നു. ആ രാത്രിയിൽ ഉയർന്നു കേട്ട കൂമന്റെ മൂളൽ കേട്ട് അവൾക്ക് ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു. കാവിലെ കൽവിളക്കിൽ കത്തിയെരിഞ്ഞ കരിന്തിരികൾ ശേഷിച്ചിരുന്നു. പെട്ടെന്ന് വല്ലാത്തൊരു കാറ്റാഞ്ഞു വീശി. അവളെ കണ്ടിട്ടെന്ന വണ്ണം പ്രാപ്പിടിയനും ചെമ്പൻ നത്തും ഉച്ചത്തിൽ ചിലിച്ചു. വീട്ടിലെ കാവിൽ അനുഭവപ്പെടുന്ന ഒരു ദൈവീക ശക്തിയല്ലായിരുന്നു
അവൾക്ക് ആ കാവിൽ അനുഭവപ്പെട്ടത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത, എന്തെല്ലാമോ സംഭവിക്കാൻ പോകുന്നത് പോലെ. പൈശാചികമായ എന്തോ ഒരു ശക്തിയുടെ സാന്നിധ്യം അവൾക്കവിടെ അനുഭവപ്പെട്ടു. പാലമരത്തിലെ പൂക്കൾ ഉണങ്ങിക്കരിഞ്ഞാണ് നിൽക്കുന്നത്. അപശകുനമായ കാഴ്ച, കൂമിൻ്റെ കൂർത്ത നോട്ടം, അന്തരീക്ഷത്തെ ഭീതിയിലാഴ്ത്തുന്ന നായ്ക്കളുടെ ഓരിയിടൽ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. കറുത്ത പൂർണ്ണതയില്ലാത്ത രൂപങ്ങൾ തനിക്ക് ചുറ്റും പായുന്നത് പോലെ അവൾക്ക് തോന്നി. ചിത്രകൂടത്തിൽ നിന്നിറങ്ങി വന്ന കരിനാഗങ്ങൾ പലതിനും ക്ഷീണനിലയായിരുന്നു. വാലിനൊടിവുള്ളതും ശിരസിന് ചതവുള്ളതും ഉണ്ടായിരുന്നു. ചിലത് ഒറ്റക്കണ്ണന്മാരായ നഖങ്ങളായിരുന്നു. അവളുടെ പാദത്തിൻ്റെ അരികിലൂടെ അവ കുളത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ബലിഷ്ഠമായ 2 കൈകൾക്കുള്ളിൽ അവൾ ഞെരിഞ്ഞമർന്നു. ആ കൈകൾക്കുള്ളിൽ അവൾ പിടഞ്ഞു. അരണ്ട നിലാവെളിച്ചത്തിൽ ആ മുഖം അവൾ കണ്ടു. കാവിൽ പാട്ടുപാടിക്കൊണ്ടിരുന്നപ്പോൾ മുതൽ 2 കഴുകൻ കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിരുന്നില്ല. പരിപാടിയുടെ ഇടയ്ക്ക് തന്നെ പരിചയപ്പെട്ട ഒരു മുഖം, ആ കാവിൻ്റെ ഉടമയുടെ മകൻ. അയാളുടെ വെറ്റിലക്കറപ്പുരുണ്ട ചുണ്ടുകൾ കാർത്തികയുടെ മുഖത്തേക്ക് അടുത്തു വന്നു. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. ഒരു വിധത്തിലും അയാളുടെ പിടി അയയുന്നില്ലായിരുന്നു. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. പാലമരത്തിലെ ചെമ്പൻ നത്തുകൾ ഉച്ചത്തിൽ ചിലച്ചു. അവളുടെ കവിളുകളിൽ അയാളുടെ നഖങ്ങൾ ആഴ്ന്നിറങ്ങി. മുടിയിഴയിലെ മുല്ലപ്പൂക്കൾ ഞെരിഞ്ഞമർന്നു. ചുറ്റിയിരുന്ന പട്ടുചേല മൽപ്പിടുത്തത്തിൽ അവിടെ ഇവിടെ പിഞ്ചിക്കേറി. നായ്ക്കളുടെ ഓരിയിടൽ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അയാളുടെ ബലിഷ്ഠമായ കരവലയത്തിൽ അവളുടെ വാരിയല്ലുകൾ ഞെരിയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. കാർത്തികയുടെ കണ്ണിലെ ഭയം പെട്ടെന്ന് കോപാഗ്നിയായി മാറി. ഒരു നിമിഷം താനൊരു നാഗകന്യകയാണെന്ന കാര്യം അവൾ മറന്നുപോയിരുന്നു. കാർത്തികയിൽ വന്ന മാറ്റം അയാളെ തെല്ലൊന്നമ്പരപ്പിച്ചു. കാർത്തികയുടെ ഉടലിനെ തന്നോട് ചേർക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പാമ്പ് പുളയുന്നത് പോലെയാണ് അയാൾക്കപ്പോൾ തോന്നിയത്. കാർത്തികയുടെ നാവ് പുറത്തേക്ക് നീണ്ടുവന്നു. പാമ്പിൻ്റെ സിൽക്കാര ശബ്ദം. അവൾ അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം കണ്ട് അയാൾ അവളെ തള്ളി മാറ്റിയിട്ട് പിന്നോട്ട് മാറി. അവൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അവളുടെ രൂപം കന്യകയിൽ നിന്ന് ഒരു നാഗത്തിലേക്ക് മാറിയിരുന്നു. എന്താണ് തൻ്റെ കൺമുന്നിൽ നടക്കുന്നതെന്നറിയാതെ അയാൾ ആകെ പകച്ചുപോയി. കാർത്തിക എന്ന ആ നാഗം അയാളെ വരഞ്ഞു ചുറ്റി. അയാളുടെ നട്ടെല്ല് ഞെരിഞ്ഞമർന്നു. വാരിയലുകൾ പൊടിഞ്ഞ് ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു. അവളുടെ കൊടും വിഷം അയാളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി. കണ്ണുകൾ പുറകിലേക്ക് മലർന്നു. ഗതികിട്ടാതലയുന്ന ആത്മാക്കൾ ശക്തമായ കാറ്റിൽ വട്ടം കറങ്ങി. അപ്പോൾ കാർത്തികയെപ്പറ്റി താൻ അറിഞ്ഞ കാര്യങ്ങൾ അംബുജം പാക്കനാരോട് പറയുകയായിരുന്നു. അയാൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അംബുജം എന്തോ കണ്ട് പേടിച്ച് തലക്ക് സ്ഥിരതയില്ലാതെ എന്തൊക്കെയോ പറയുകയാണെന്നാണ് അയാൾ ധരിച്ചത്. പക്ഷെ അംബുജം കാർത്തികയെ മുറിയിൽ കാണാതായപ്പോൾ പാക്കനാരെയും കൂട്ടി അവിടുത്തെ കാവിലേക്ക് നടന്നു. കാവിൽ കണ്ട കാഴ്ച പാക്കനാർക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാനായില്ല. കാർത്തിക ഒരു നാഗകന്യകയാണ്. അതാണ് പച്ചയായ സത്യം. പാമ്പുകടിയേറ്റ് അയാൾ താഴത്തേക്ക് വീണു. പിന്നിലേക്ക് നോക്കിയ കാർത്തിക അംബുജത്തെയും പാക്കനാരെയും കണ്ടു. അവൾക്ക് എല്ലാം മനസ്സിലായി എന്നവൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടിയില്ല. നേരം വെളുത്തു തുടങ്ങിയിരുന്നു. മൂന്നാളും തമ്മിൽ ഒന്നും സംസാരിച്ചില്ല. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. പാമ്പുകടിയേറ്റ് മരിച്ചു വീണ അയാളുടെ അരികിലേക്ക് നാട്ടുകാർ ഓടിക്കൂടി. അരുതാത്തതെന്തോ ഒന്ന് നടന്നിരിക്കുന്നു. അതാ കാവിലെ പാട്ട് കഴിഞ്ഞപ്പോൾ മുതലാളിയുടെ മകൻ പാമ്പുകടിയേറ്റ് മരിച്ചിരിക്കുന്നത്. നാട്ടുകാർ അടക്കം പറഞ്ഞു. കാർത്തികയും പാക്കനാരും അംബുജവും അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ വീടിനടുത്തെ കാവിനരികിൽ എത്തിയപ്പോൾ അവൾ നിന്നു. ഒപ്പം പാക്കനാരും അംബുജവും. കാർത്തിക കാവിലെ കൽവിളക്കിലെ തിരികൾ തെളിയിച്ചു. പിന്നീട് അവരോടായി അവൾ പറഞ്ഞു, ഇനി ഞാൻ ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളെ വേദനിപ്പിക്കാനല്ല ഞാനിങ്ങനെ വേഷം കെട്ടിയത്. എൻ്റെ ഭക്തന്മാരായ നിങ്ങളുടെ ദുഃഖം കണ്ടപ്പോൾ ഞാൻ എൻ്റെ സുഖം മറന്നു, ജീവിതം തന്നെ മറന്നു. ഇനി എനിക്കാവില്ല. ചില മനുഷ്യർ ചിലപ്പോൾ മൃഗങ്ങളെക്കാളും വലിയ നായാട്ട് നടത്തും. അങ്ങനെയുള്ള ഒരു വേട്ടക്കാരൻ്റെ കൺമുന്നിൽ നിന്ന് ഒരു സ്ത്രീക്കും രക്ഷയില്ല. എനിക്കിനി ആവില്ല ഇങ്ങനെയുള്ള മനുഷ്യർക്കിടയിൽ ജീവിക്കുവാൻ.
ഞാനൊരു നാഗകന്യകയാണ്. എൻ്റെ ലോകത്തേക്ക് എനിക്ക് പോയേ മതിയാകൂ. എന്നും നിങ്ങളുടെ മകളായി തന്നെ ഞാനിവിടെ ഉണ്ടാകും, കാവിലെ കാർത്തികയായി. ഇനിയൊരു വിടപറച്ചിലില്ല. പിന്നീട് അവളുടെ രൂപം മെല്ലെ മെല്ലെ മാറിത്തുടങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കഥയുമായി വരുന്നതുവരേക്കും വിട.